റൗണ്ട് ഓഫ് 32-ൽ രണ്ടാമത്തെ മത്സരമായ ബ്രസീൽ വിയസ് ജപ്പാൻ മത്സരം ഇന്ന് രാത്രി 10:30-ക്കാണ് നടക്കാൻ പോകുന്നത്. സോ ജപ്പാൻ നമ്മളങ്ങനെ കുറച്ച് കാണുന്നില്ല. കാരണം ജപ്പാൻ നെതർലാൻഡിനെതിരെയും സ്വീഡനെതിരെയും ഓൾറെഡി സമനില പിടിച്ച് തന്നെയാണ് വരുന്നത്. സോ തുനീഷ്യക്കെതിരെ നല്ലൊരു മാർജിനിൽ ജയിച്ചിട്ടുണ്ട്. കാരണം ജപ്പാൻ ഒരുപാട് തന്ത്രങ്ങൾ വെച്ച് ഫുട്ബോൾ കളിക്കുന്ന ഒരു രാജ്യമാണ്. നമുക്ക് കണ്ടാൽ മനസ്സിലാവും, ടാക്റ്റിക്കലി ആയിട്ടാണ് ജപ്പാൻ എപ്പോഴും കളിക്കാറ്. സോ ബ്രസീലിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രസീൽ പ്യുവർ ഫുട്ബോളാണ് കളിക്കുന്നത്. പിന്നെ ബ്രസീലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ റാഫീനയ്ക്ക് ഇഞ്ചുറിയാണ്. പക്ഷേ റാഫീനയ്ക്ക് പകരം റയാൻ കഴിഞ്ഞ സ്കോട്ട്ലാൻഡ് മത്സരത്തിൽ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നെയ്മർ സ്റ്റാർട്ടിംഗ് ലെവലിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. ബട്ട് കഴിഞ്ഞ സ്കോട്ട്ലാൻഡിനെതിരെ നെയ്മർ വന്നിട്ടുണ്ടല്ലോ. അതുപോലെ നെയ്മർ എന്തായാലും ടീമിൽ തിരിച്ചു വരും എന്ന് തന്നെയാണ് നമ്മളെ പ്രതീക്ഷ. എന്തായാലും വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ബട്ട് നെയ്മർ വരും, അത് വേറെ കാര്യം. പിന്നെ ആൻസലോട്ടി നമ്മൾ കുറച്ച് കാണരുത്. പിന്നെ വിനീഷ്യസ് ജൂനിയർ ആൻസലോട്ടി കോംബോ എന്തായാലും ഈ ഗെയിമിൽ കാണാൻ സാധ്യതയുണ്ട്. പിന്നെ ഇവർ തമ്മിൽ ലാസ്റ്റ് കളിച്ച ഫ്രണ്ട് ലൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജപ്പാനാണ് ജയിച്ചത്. ബട്ട് എൻ്റെ ഒരു മനസ്സ് പറയുന്നു, ഈ തവണ ജപ്പാനെ ബ്രസീൽ അടിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. 2-1 സ്കോറിന് ബ്രസീൽ ജയിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രഡിഷൻ. പറയാൻ പറ്റില്ല. ഇവർ തമ്മിലെ ഗ്രൂപ്പ് ഘട്ടങ്ങളിലെ മത്സരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രസീൽ മൊറോക്കോയുടെ സമനില പിടിച്ചിട്ടുണ്ട്. പിന്നെ വന്നത് ഹെയ്ത്തി ആയിട്ടുള്ള കളിച്ച ഓരോ മത്സരം കഴിയുമ്പോഴും ഹെയ്ത്തി ആയിട്ടുള്ള മത്സരം കൂടുതൽ ഇമ്പ്രൂവ് ആയി. അതിനുശേഷം സ്കോട്ട്ലാൻഡിലുള്ള മത്സരം കൂടുതൽ ഇമ്പ്രൂവ് ആയി ബ്രസീൽ. ഓരോ മത്സരം കഴിയുമ്പോഴും ബ്രസീൽ കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ എന്തായാലും ഇത് കണ്ടറിയേണ്ടി വരും. റൗണ്ട് ഓഫ് 32 ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള മാച്ചാണ്. സോ പ്രഡിഷൻ ബ്രസീൽ 2 ജപ്പാൻ 1. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.